ഇന്ത്യയിലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും 170ഓളം യങ്സ്റ്റേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. വീണ് പോയാൽ വീണ് കിടക്കരുത്. വി ഷുഡ് ബൗൺസ് ബാക്ക് വിത്ത് ഡബിൾ വിഗർ. എപ്പോഴൊക്കെ വീഴുന്നു അപ്പോഴെല്ലാം നമുക്ക് തിരിച്ചെഴുന്നേറ്റ് വരാനുള്ള ഒരു ശക്തി, ഒരു കരുത്തുണ്ടാകണം. മനുഷ്യന്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കാൾ വലിയ ഇമാജിനേഷൻസ് ഉള്ള ആൾക്കാരാണ് മനുഷ്യർ. അപ്പൊ ഈ ഇമാജിനേഷനും മെമ്മറിയുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആസ്പെക്ട്സ്. സ്കൂളുകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, നിനക്ക് തീരെ ശ്രദ്ധയില്ല എന്ന് പറയും, ഫോക്കസ് ഇല്ല എന്ന് പറയും, എല്ലാവരും പറയും. ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു റൂട്ട് കോസ് അതാണ്. പക്ഷെ ഫോക്കസ് ചെയ്യാൻ ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും സ്കൂളിൽ അധ്യാപകരും പറയും നിനക്ക് ശ്രദ്ധയില്ല എന്ന് പറയും. വി ആർ പ്രാക്ടീസിങ് ഡിസ്ട്രാക്ഷൻസ് ഇപ്പോൾ. അപ്പൊ ഈ സ്റ്റഡിയിൽ ഇൻ 16 വീക്സ് ഓഫ് കളരി ട്രെയിനിങ്, എസ്പെഷ്യലി നമ്മുടെ അഗസ്ത്യത്തിന്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നത്. ദെയർ റെസിലിയൻസ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. കളരി ഓൾവേസ് ഒരു മാർഷ്യൽ ആർട്ടാണ്. സ്പിരിച്വാലിറ്റിയുടെ എലമെന്റ്സ് ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്ക് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ്. ആ വാക്കിന്റെ പേരാണ് എസ്പിരിറ്റോ. ഇപ്പൊ കളരിക്ക് ജാതി മത ഭേദങ്ങളൊന്നുമില്ല. കാരണം എല്ലാ ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളോട് കൂടിയിട്ടുള്ള സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരും കേരളത്തിൽ കളരി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇഫ് യു ആർ റൂട്ടഡ് ദെൻ യു ആർ ഇന്റർനാഷണൽ എന്നുള്ളതാണ്. ശ്വാസം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ യു ആർ സ്പിരിച്വൽ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ടി വരും. ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ് ആയുസിന്റെ ആധാരം, ആരോഗ്യത്തിന്റെ ആധാരം. കളരി ഗുരുക്കൾ മഹേഷ് ഗുരുക്കളാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ കളരി എല്ലായ്പ്പോഴും ആളുകൾ വളരെ ഫാൻസി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആർട്ട് ഫോം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിനെ ഒരു മാർഷൽ ആർട്സ് എന്നുള്ള രീതിയിൽ ആളുകളെ അല്ലെങ്കിൽ പ്രതിയോഗികളെ ഇടിച്ചു വീഴ്ത്തുക, അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ഫാൻസി ആയിട്ട് ചില വർമ്മങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഫിലോസഫിയെ പറ്റിയിട്ടൊന്നും വലിയ രീതിയിൽ ആളുകൾ അവെയർ അല്ല ഇപ്പോഴും. ഈ കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഈ സ്ട്രെങ്ത് ട്രെയിനിങ്, പ്രോട്ടീൻ ഡയറ്റ്, 1 മീൽ എ ഡേ, അങ്ങനെ ആളുകൾ കുറച്ചുകൂടി ഹെൽത്തിനെ പറ്റിയൊക്കെ അവെയർ ആണ് ഈ കാലഘട്ടത്ത്. ആ സമയത്ത് കളരിക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ട് ഗുരുക്കൾ? ഒന്ന്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടെ ഹെൽത്തിനെ കുറിച്ച് അവെയർ ആയി തുടങ്ങി എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മുടെ തലമുറ കുറെ പേരെങ്കിലും കുറച്ച് സൂക്ഷ്മമായിട്ട് അത് പഠിക്കാനും പരിശ്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആയുർവേദം ഒരു വളരെ മനോഹരമായ ഒരു ശ്ലോകം പറയുന്നുണ്ട്. പുനവിത്ത പുനമിത്ര പുനഃഭാര്യ പുനമിഹി ഏതാത് സർവ പുനർലഭ്യ ന ശരീര പുന. അപ്പൊ അത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് കൈമോശം വന്നു പോകാം. വിത്തം, അതായത് ധനം നമുക്ക് നഷ്ടപ്പെടാം, മിത്രങ്ങളെ നമുക്ക് നഷ്ടപ്പെടാം, ഭാര്യയെ നമുക്ക് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കുടുംബത്തിനെ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ്, നമുക്ക് അതിനു വേണ്ടി തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രൊവൈഡഡ്, പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ന ശരീര പുന. ശരീരം ഒരിക്കൽ നമ്മളിൽ നിന്ന് അകന്നു പോയാൽ, ശരീരം നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോയാൽ അത് തിരിച്ചു പിടിക്കുക അസാധ്യമാണെന്ന് ആയുർവേദം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ശരീരമാണ് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ഒരു ടൂൾ. ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൂൾസ്, ഒന്ന് മൈൻഡ് ആൻഡ് ബോഡി എന്ന് നമ്മൾ എപ്പോഴും പറയും. രണ്ടല്ല, ഒരു ഒറ്റ എൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്ന് കളരിപ്പയറ്റിന്റെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഉത്തരം, ഇന്ത്യയിലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും 170ഓളം യങ്സ്റ്റേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു യുവതലമുറയുണ്ട്. നമ്മൾ പല IITസിലും നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഒരുപാട് അവയർനെസ് ക്യാമ്പ്സിന് വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ IITകളിൽ ഏറ്റവും ബേണിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സൂയിസൈഡുകളാണ്, യുവാക്കളുടെ സൂയിസൈഡ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ IITസിൽ നമുക്കറിയാം ക്രീം മൈൻഡ്സ് ഓഫ് ഇന്ത്യ ആണ്. ക്രീം മൈൻഡ്സ് 170 പേര് ഒരു ദിവസം മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ടുഗദർ 70,000-ഓളം യുവാക്കളെ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. നമുക്കൊരു ക്രൈസിസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ഉണ്ടാകേണ്ട ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട യുവതലമുറ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നു, എസ്പെഷ്യലി 16 to 25 ഏജ്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റെസിലിയൻസ് ഇല്ലായ്മയാണ്.
അതായത് ജീവിതത്തിൽ നമ്മൾ വീണു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ മെന്റലി നമ്മൾ വീണു പോകാം, ഫിസിക്കലി വീണു പോകാം, പലതരത്തിൽ വീണു പോകാം. അപ്പോൾ വീണു പോയാൽ വീണ് കിടക്കരുത്. വി ഷുഡ് ബൗൺസ് ബാക്ക് വിത്ത് ഡബിൾ വിഗർ. എപ്പോഴൊക്കെ വീഴുന്നു അപ്പോഴെല്ലാം നമുക്ക് തിരിച്ചെഴുന്നേറ്റ് വരാനുള്ള ഒരു ശക്തി, ഒരു കരുത്തുണ്ടാകണം. 2 ആത്മഹത്യകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് എന്താണെന്ന് അനലൈസ് ചെയ്യുമ്പോൾ, സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് എന്ന്. ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് ഭയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും ഇതിന്റെ എല്ലാം റൂട്ട് കോസ് കിടക്കുന്നത്, എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് ഒരു ഭയത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും. അപ്പോൾ ഒരു ഭയരാഹിത്യമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതിന് രണ്ടിനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും, അതിന് വേറെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേറെ സൊല്യൂഷൻസ് ഇല്ല. കളരിപ്പയറ്റ് ഒരു വെരി ഗുഡ് സൊല്യൂഷനാണ്, ഒരു വളരെയധികം സാധ്യതയുള്ള ഒരു സൊല്യൂഷനാണ്. ഇതേ കാര്യമാണ് നൂറ്റാണ്ടുകളായിട്ട് ഇതേ റെസിലിയൻസും ഇതേ ഭയരാഹിത്യവും കോൺഫിഡൻസും സെൽഫ് അവയർനെസ്സും ഒക്കെയാണ് കളരിപ്പയറ്റ് സമൂഹത്തിലാകെ വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ശ്രമിക്കുന്നു. എത്രമാത്രം പ്രാക്ടിക്കലി സാധ്യത ഉണ്ട് അതിന്? ഇപ്പൊ ഒരു IT പ്രൊഫഷണൽ അദ്ദേഹം ഒരു 9 മണി തൊട്ടിട്ട് 6 മണി വരെ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടും ഈ എന്താ പറയാ പ്രൊജക്ട് കറക്റ്റ് ആവാത്തതിന്റെ കൃത്യമായി സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രഷറിൽ അയാൾ വീട്ടിലിരിക്കുന്നു. അയാൾ ഒരു 10-11 മണി വരെ സ്ട്രെസ്ഡ് ആവുന്നു. ഏതെങ്കിലും ഒരു ഡെലിവറി ആപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുന്നു. ആ ക്ഷീണത്തിൽ ഉറങ്ങുന്നു. പിറ്റേ ദിവസം ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇങ്ങനെ ഒരു ദിനചര്യയുള്ള ആളുകളുണ്ടല്ലോ ഒരു ബഹുഭൂരിപക്ഷം. അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അതായത് ഈ സ്ട്രെസ്സും സ്ട്രെയിനും എന്ന് പറയുന്ന ആസ്പെക്ട്സ് ഉണ്ടല്ലോ, ആങ്സൈറ്റി, സ്ട്രെസ്, സ്ട്രെയിൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ലോകത്തെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെന്റ് ആയിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ് സ്ട്രെസ്, സ്ട്രെയിൻ, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ എടുക്കുമ്പോൾ, നമ്മുടെ ബോധ മനസ്സിനെ എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ബോധ മനസ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒന്നെന്ന് വെച്ചാൽ മെമ്മറൈസിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. മെമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളതൊരു സ്കില്ലാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ആക്ഷൻ. 2 ഇമാജിനേഷൻസ് ആണ്. ഇമാജിനേഷൻ, മനുഷ്യന്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ ഇമാജിനേഷൻസ് ഉള്ള ആൾക്കാരാണ് മനുഷ്യർ. അപ്പൊ ഈ ഇമാജിനേഷനും മെമ്മറിയുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 ആസ്പെക്ട്സ്. മെമ്മറീസ് ആണ് പലപ്പോഴും നമുക്ക് സ്ട്രെസ് ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് ആങ്സൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമാജിനേഷൻസ് ആണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പൊ പലപ്പോഴും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ നാളെ ഞാൻ ഇത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനിയിപ്പോ നാളെ ഇത് ഇങ്ങനെ വന്നാൽ ഇനി എന്റെ ബോസ് വരുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആങ്സൈറ്റി. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ 2 ലോബ്സും സർവൈവ് ചെയ്യുന്ന, പ്രസന്റിൽ ഇല്ല, എക്സിസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റിൽ എക്സിസ്റ്റ് ചെയ്യാത്ത 2 ആസ്പെക്ട്സിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെക്കാനിസവും അതിനനുസരിച്ച് ചിന്തിക്കാനുള്ളൊരു ബ്രെയിന് നമുക്കുള്ളപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുന്നു, ഒരു ഗാഡ്ജറ്റ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചാൽ നമ്മൾ കുറെ നേരം മാനുവൽ വായിക്കും, ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫോൾഡ് മൊബൈലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഫോൺ വെച്ചിട്ട് നമുക്ക് വിളിക്കാൻ മാത്രമാണ് പറ്റുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ബാങ്കിങ്ങിനോ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ കാണാനോ ഉള്ള സാധ്യതയുണ്ടെന്ന്, എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഇപ്പൊ ഇതിനകത്ത് പറ്റുമെന്നുള്ള ആപ്പുകളെ കുറിച്ചുള്ള ബോധം പുള്ളിക്കില്ല. അതുപോലെയാണ് ശരിക്കും നമ്മുടെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രോബ്ലം. നമ്മുടെ സിസ്റ്റംസ് എന്താണ്? നമുക്ക് ഉള്ളിലൊരു വലിയ കെമിക്കൽ ഫാക്ടറി ഉണ്ട്, അറിയാമല്ലോ. നമുക്ക് ബ്രെയിൻ എപ്പോഴും ന്യൂറോ കെമിക്കൽസ് ആണ് ട്രിഗർ ചെയ്തുകൊണ്ട് ഓരോ ഇമോഷൻസിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എപ്പോൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നു, സെൽഫ് എക്സ്പ്ലോറേഷൻ എപ്പോൾ തുടങ്ങുന്നു, അപ്പോൾ ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ളത് മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ്. നമ്മൾ ലോകം എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്കൂളുകളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, നിനക്ക് തീരെ ശ്രദ്ധയില്ല എന്ന് പറയും, ഫോക്കസ് ഇല്ല എന്ന് പറയും, എല്ലാവരും പറയും. ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു റൂട്ട് കോസ് അതാണ്. പക്ഷെ ഫോക്കസ് ചെയ്യാൻ ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും സ്കൂളിൽ അധ്യാപകരും പറയും നിനക്ക് ശ്രദ്ധയില്ല എന്ന് പറയും. വി ആർ പ്രാക്ടീസിങ് ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം പ്രാക്ടീസ് ആണ്. എന്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അതാണ് പ്രാക്ടീസ്, ശീലങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മുടെ ഈ ലോകത്തിൽ അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ കുറച്ചുകൂടെയാണ്, ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മുടെ റെഗുലർ പ്രാക്ടീസ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിലെ ആപ്പുകളെ കുറിച്ച് നമ്മൾ റിയലൈസ് ചെയ്താൽ
ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ചേഞ്ച്. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ റീൽസ്, കുറഞ്ഞ സമയത്തിൽ കുറെ ഫൺ, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഓർഡർ ചെയ്തു ഫുഡ് വന്നു, ഓർഡർ ചെയ്തു ഡ്രസ്സ് വന്നു, അതാണോ നമ്മളെ ബാധിക്കുന്നത്? അത് ഒരുപാട് ആസ്പെക്ട്സ് ഞാൻ പറയട്ടെ. ഇപ്പം സാപ്പിയൻ ലാബ്സ് എന്ന് പറയുന്ന US ഒരു റിസർച്ച് ഓർഗനൈസേഷൻ, നമുക്ക് ആ പേപ്പർ വായിക്കാൻ കിട്ടും, ഗൂഗിൾ ചെയ്താൽ വായിക്കാൻ കിട്ടും. സാപ്പിയൻ ലാബ്സ് വേൾഡിലെ തന്നെ 84 കൺട്രീസ്, 84 രാജ്യങ്ങളുടെ മെന്റൽ ഹെൽത്ത് കോഷ്യന്റ് അവർ ഗേജ് ചെയ്തു. അതായത് 84 രാജ്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് 78,000 പേരാണ് ആ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് 80,000-70,000 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലോകോത്തര സ്റ്റഡിയാണ്. ആലോചിച്ചാൽ എത്ര പേരുടെ സാമ്പിൾസ് നിന്നായിരിക്കും അവർ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ മെന്റൽ ഹെൽത്ത് കോഷ്യന്റ്, എസ്പെഷ്യലി 16 to 25 ഏജ് ഗ്രൂപ്പിൽ ഉള്ളവരുടെ മെന്റൽ ഹെൽത്ത് കോഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 60ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 84 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മെന്റൽ ഹെൽത്തിൽ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അതിൽ 3 റീസൺസ് ആണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. നമ്മൾ സർപ്രൈസിങ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു റീസൺ നമ്മുടെ മാറുന്ന ഭക്ഷണശീലങ്ങളാണ്. ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മുടെ മൈൻഡിനെ ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗട്ട് ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്ന കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ മാറിയ ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഓർഡർ ചെയ്യുന്നു എന്ന് പറയുന്നത്, ആ ഭക്ഷണ ശീലങ്ങൾ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്റ്റഡി കാണിക്കുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് സ്ക്രീൻ ടൈം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡിൽ തന്നെ പല ഇമോഷൻസ് നമ്മൾ ബ്രെയിനിനെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഇമോഷൻസിലൂടെ കടന്നു പോകുന്നത് ഒരു സ്ക്രീൻ ടൈം ഒരു ആസ്പെക്ട് ആയിട്ട് ഒരു മുകളിലേക്ക് വരുന്നു. പ്രോപ്പർ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് എക്സസൈസസ്, പ്രോപ്പർ എക്സസൈസ് നമുക്ക് ഇല്ലാത്തത്, പ്രോപ്പർ ബ്രീത്തിങ്ങിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തത്, ഇതെല്ലാം മെന്റൽ ഹെൽത്ത് കോഷ്യന്റിനെ പിന്നിലേക്ക് വലിച്ചിരിക്കുന്നു. പക്ഷെ അതേസമയം 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 60 വയസ്സ് വരെയുള്ള ഇന്ത്യക്കാരിൽ തന്നെ നമ്മൾ ഈ സ്റ്റഡിയുടെ പഠനത്തിൽ പറയുന്നത് ഈ 16 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവരെക്കാൾ 90% മെച്ചപ്പെട്ട മെന്റൽ ഹെൽത്ത് കോഷ്യന്റ് ആണ് കുറച്ചുകൂടെ മുമ്പത്തെ തലമുറയിൽ ഉള്ളതെന്നാണ് സ്റ്റഡി പറയുന്നത്. കാരണം ഒരുപാട് ചലഞ്ചസിനെ നേരിട്ടുകൊണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് നമ്മളെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ റെസീലിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ലൂസിങ് ദാറ്റ് റെസീലിയൻസ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. അപ്പോൾ ആ റെസീലിയൻസിന് എന്താണ് പോസിബിലിറ്റി എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ കളരി ഈസ് എ വെരി ഗുഡ് വേ. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സംസാരിക്കുമ്പോഴും എവിടെയൊക്കെ കളരികളുണ്ടോ അവിടെയെല്ലാം കുട്ടികളെ അയച്ച് നിങ്ങൾ കളരിയിൽ കുട്ടികൾക്ക് ഒരു പരിശീലനം, ഫൗണ്ടേഷണൽ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഏർജ് നമ്മളെപ്പോഴും രക്ഷകർത്താക്കളോടെല്ലാം പറയാറുണ്ട്. ഈ കുട്ടികളെ കളരി ശീലിപ്പിക്കുന്നത് എങ്ങനെയാ അവരുടെ ഒരു ക്യാരക്ടറിനെ മൗൾഡ് ചെയ്യുന്നത് മാറ്റുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്ത്യൻ വാല്യൂസ് ആൻഡ് ഇന്ത്യൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ ആണ്. കളരിപ്പയറ്റിനെ കുറിച്ചും സിദ്ധ ട്രഡീഷനെ കുറിച്ചും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ ആണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ പലതരത്തിലുള്ള റിസർച്ച് പ്രൊജക്ട്സുകൾ ടേക്കപ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളിൽ കളരി പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓപ്പൺ ആയിട്ട് നമ്മൾ കുട്ടികൾ വന്നിരിക്കുമ്പോൾ ചോദിക്കും എന്താണ് കളരി പഠിക്കുന്നതിന്റെ ഗുണം. അപ്പൊ ഇമീഡിയറ്റ്ലി അവർ പറയുന്ന ഒരു ആൻസർ ഇതാണ്, സെൽഫ് ഡിഫെൻസ് എന്ന് പെട്ടെന്ന് പറയും. പക്ഷെ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ഡിഫെൻസിന്റെ സാധ്യത ലൈഫ് സ്പാനിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും, വളരെ അപൂർവമായിട്ടായിരിക്കും അത് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ പോകുന്നില്ല. അപ്പൊ ഈ സെൽഫ് ഡിഫെൻസിന്റെ സാധ്യത തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധ്യതയാണ്. അപ്പോ ശരിയാട്ടോ, അത് വളരെ വാലിഡ് ആയിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യമാണ്. അല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി നമ്മൾ ഫോസ്റ്റ് ആംസ് ഉപയോഗിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജനറൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഒരു പഴയൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇതുപോലെ ത്രെറ്റ്സ് വളരെ കൂടുതലായ സമയത്ത് കുറച്ചുകൂടെ സെൽഫ് ഡിഫെൻസിന് ഓറിയന്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്ട്രക്ചർ നോക്കുമ്പോൾ പുതിയ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് റൂൾസ് വരുന്നു, ഒരുപാട് സൊസൈറ്റിക്ക് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്തുകൂടെ ഈ ചട്ടക്കൂടി ജീവിക്കുന്ന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ആളിന് വളരെ പോസിബിലിറ്റി കുറവാണ് ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ നേരിടാൻ. പക്ഷെ എല്ലാ ദിവസവും അവൻ ഒരു ചലഞ്ചസിനെ ഓരോ തരത്തിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള ചലഞ്ചസിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. പലതരത്തിലുള്ള ചലഞ്ചസിലൂടെ എല്ലാ ദിവസവും നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഒരു ഗട്ട് ഫീലിംഗ് ഷുഡ് ബി ദെയർ ഇൻസൈഡ് എന്നുള്ളതാണ്. ഈ ചലഞ്ചസിനെ നേരിടാൻ ഒരു ഗട്ട് ഫീലിംഗ് ഇല്ലാത്തതാണ് ഈ സൂയിസൈഡ്സിന്റെ പ്രോബ്ലം ആയിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ ചലഞ്ചസിനെ നേരിടാനുള്ള ആ ഗട്ട് ഫീലിംഗ് എവിടെ നിന്ന് നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ ട്രെയിനിങ്ങിലൂടെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടുന്നത്. നമ്മൾ റിസൾട്ട്സിന് വെയിറ്റ് ചെയ്യണു, കാരണം അത് വലിയൊരു പ്രോസസ്സാണ്. ഒരു പിയർ റിവ്യൂഡ് പബ്ലിക്കേഷൻ വന്നാലേ റിസൾട്ട്സ് നമുക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അനക്ഡോട്ടലി വി നോ, കഴിഞ്ഞ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ 400ഓളം കുട്ടികളെ കളരി ട്രെയിൻ ചെയ്തു. അതിൽ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എത്തിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് നമുക്കൊരു സ്റ്റഡി ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പ്രോപ്പർ സയന്റിഫിക് സ്റ്റഡിയുടെ മോഡ്യൂളിൽ നമ്മൾ 400 കുട്ടികളെ കളരി പഠിപ്പിച്ചു. നിങ്ങൾക്കറിയായിരിക്കും നിഷ്, അതും ഒരു ഗവൺമെന്റ് ഏജൻസിയാണ്. നിഷിലെ സൈക്കോളജിക്കൽ ടീമിനെ കൊണ്ട് ആദ്യമായിട്ട് കളരിപ്പയറ്റ് പഠിക്കുന്നത് കൊണ്ട് മെന്റൽ ഹെൽത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും, സൈക്കോളജിക്കൽ ലെവലിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റഡി നമ്മൾ ചെയ്തു. അപ്പോൾ ഈ സ്റ്റഡിയിൽ ഇൻ 16 വീക്സ് ഓഫ് കളരി ട്രെയിനിങ്, എസ്പെഷ്യലി നമ്മുടെ അഗസ്ത്യത്തിന്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നത്. ദെയർ റെസിലിയൻസ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. ഈ റെസിലിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതം മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിലിയൻസ് എന്ന് പറഞ്ഞ കോൺഫിഡൻസ്, ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്, ജീവിതത്തിനെ സധൈര്യം നേരിടാനുള്ള കരുത്ത്. ഇതെല്ലാമാണ് കളരിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഔട്ട്പുട്ട്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം കളരിപ്പയറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ച് മാത്രം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്, നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ്, ഇതൊരു എൻഡ്യൂറൻസ് ട്രെയിനിങ് ആണ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, അതുപോലെ തന്നെ ബോഡി ബാലൻസ് ആർട്ടാണ്. ആക്ച്വലി ഇതൊരു ബോഡി ബാലൻസിങ് ആണ്. ഇതൊരു കംപ്ലീറ്റ് ട്രെയിനിങ് മോഡലാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ജിംസിൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് നടക്കുന്നത്, വേറെ കാർഡിയോവാസ്കുലർ എക്സസൈസസ് ആയിരിക്കും മറ്റെല്ലാം നടക്കുന്നത്. പക്ഷെ ഇതിൽ ഒരു ഫങ്ഷണൽ ട്രെയിനിങ് ആണ് ഇതിൽ നടക്കുന്നത്, ഒരു കംപ്ലീറ്റ്നെസ് ഇതിനുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ്, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ്, ഈ പറഞ്ഞ പോലെ ബാലൻസ്. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 എണ്ണം കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതായത് കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത് വളരെ കുറയുക, ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ലാതാവുക, മസിൽ അട്രോഫി വന്നിട്ട് മസിൽസ് ലൂസായി പോവുക, ബോഡിക്ക് ബാലൻസ് ഇല്ലാതെ സ്റ്റിക്കിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ ഓൾഡ് ഏജ്. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു വലിയ പോസിബിലിറ്റി കളരിയിലുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോളിസ്റ്റിക് ആയിട്ട് ആലോചിക്കുമ്പോൾ കളരിപ്പയറ്റ് ഫിസിക്കൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു, ഇമോഷണൽ ബാലൻസിങ് ഉണ്ടാക്കും. ഇമോഷണലി നമ്മൾ അൺബാലൻസ്ഡ് ആണ് പലപ്പോഴും. ഇമോഷണലി നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആവുന്നു. സ്പിരിച്വലി നിങ്ങളെ എലിവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇമോഷണലി ബാലൻസ്ഡ് ആക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നോർമലി ഷൗട്ട് ചെയ്യുന്ന അവസ്ഥ കുറയുക, അല്ലെങ്കിൽ നമ്മൾ സ്വയർ വേർഡ്സ് ഉപയോഗിക്കുന്ന അവസ്ഥ പറയുക, അങ്ങനെയൊക്കെ നമ്മളെ മാറ്റാൻ പറ്റുമോ? നമ്മൾ കുറെ വളരെ മെച്ചുവേർഡ് ആയിട്ട് ആക്ച്വലി അതിനെ അനലൈസ് ചെയ്ത് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? 100% ഡെഫിനറ്റ്ലി. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിലെ എല്ലാ റെസ്പോൺസുകളും, അതായത് നമുക്ക് ജീവിതത്തിലെ കർമാസം നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ ഒക്കറൻസസ്, ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്നതാണ് എല്ലാ സംഭവങ്ങളും. ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാള് ഷൗട്ട് ചെയ്യുന്നു, വേറെന്തോ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നു, ഇതെല്ലാം ഒരു മൊമെന്റിൽ നടക്കുന്ന ഇൻസിഡന്റ് ആണ്, അല്ലെ? ഒരു മൊമെന്റിലാണ് അതെല്ലാം സംഭവിക്കുക. പക്ഷെ ഈ നമ്മുടെ റെസ്പോൺസ് ആണ് 99%. ആ ഇൻസിഡന്റിന് മുകളിലുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് നമ്മുടെ ലൈഫിനെ ബെസ്റ്റ് ആക്കുന്നതും മിസറബിൾ ആക്കുന്നതും. ഞാൻ ഒരു രസകരമായിട്ടുള്ള സ്റ്റോറി പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഡിവോഴ്സ് സംഭവിച്ചു. അപ്പോൾ ഡിവോഴ്സ് സംഭവിച്ച എൻ്റെ കഥകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ രസകരമായിട്ടുള്ള കഥയാണ്. അയാൾ ഇതുപോലെ ഒരു IT പ്രൊഫഷണലാണ്. അയാൾക്ക് എല്ലാ ദിവസവും ചായ കുടിക്കണം. വൈകുന്നേരം വന്നാൽ ഉടനെ പുള്ളി ചായ വെച്ചു. വന്നപ്പോൾ തന്നെ വൈഫ് ചായ കൊണ്ടുവച്ചു. വളരെ അവർ രമ്യതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ചെറിയ മോളാണ്, അവൾ ഓടി വന്ന് ചായ തട്ടിയിട്ടു. ഇമീഡിയറ്റ്ലി പുള്ളിയുടെ റിയാക്ഷൻ ടു ദാറ്റ് കിഡ് വാസ് വെരി ബാഡ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അടിച്ചു. ഭാര്യ വന്ന് വഴക്കുണ്ടാക്കി, ഭാര്യയെ തല്ലി, തിരിച്ചു തല്ലി. ഇത് തുടങ്ങി 1 വർഷം 2 വർഷം സമയം കൊണ്ട് അത് 2 പാത്രത്തിലായി ആയി. ഇതില് ആക്ച്വൽ കർമ്മ ഇത് എവിടെ ഹാപ്പൻ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ചായ പോയ സമയത്ത് ആ ചായ തട്ടിയിട്ടത് മാത്രമാണ് ആ സംഭവം. ബാക്കിയുള്ള 99% നമ്മുടെ റെസ്പോൺസ് ടു ദാറ്റ് സിറ്റുവേഷൻ ആണ്. ശരിയാ. റെസ്പോൺസുകളാണ് ജീവിതത്തിനെ മിസറബിൾ ആകുന്നതും ബ്യൂട്ടിഫുൾ ആകുന്നതും. അപ്പൊ നമുക്ക് ഇമോഷണലി ഇഫ് യു ആർ ബാലൻസ്ഡ്, നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനെ അതുപോലെ തന്നെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നു.
അതിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, യു ഷുഡ് റെസ്പോണ്ട്. അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി പോലും ഇല്ലാതിരിക്കും. ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു സമൂഹവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു വഴിയെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിൽ എത്രത്തോളം ഇടപെടുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വിഷയമാണ് അടുത്ത്. ആ റെസ്പോൺസ് പക്ഷെ ഏത് ലെവലിൽ റെസ്പോൺസ് ചെയ്യണം, എങ്ങനെ റെസ്പോൺസ് ചെയ്യണം, യുക്തിപൂർവ്വം നമുക്ക് എങ്ങനെ റെസ്പോൺസ് ചെയ്യാൻ പറ്റും, ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇമോഷണൽ ബാലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സ്പിരിച്വൽ സൈഡ് അപ്പൊ ഈ കളരിയിൽ ഏത് എന്നോട് പലപ്പോഴും പല വീഡിയോസും കാണാറുണ്ട്, കളരി ഓൾവേസ് ഒരു മാർഷ്യൽ ആർട്ടാണ്, അതിന് സ്പിരിച്വാലിറ്റിയുടെ എലമെന്റ്സ് ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കുണ്ടല്ലോ, ആ വാക്ക് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ്. ആ വാക്കിന്റെ പേരാണ് എസ്പിരിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഇംഗ്ലീഷ് ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. എസ്പിരിറ്റോ മീൻസ് ബ്രത്ത്. ശ്വാസം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ യു ആർ സ്പിരിച്വൽ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോ ഇന്ത്യയുടെ ആസ്പെക്റ്റിൽ പ്രത്യേകിച്ച് കളരിയുടെ ഒരു കീഴ്വഴക്കങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, നമ്മൾ കളരിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സല്യൂട്ടേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ബോക്സിംഗ് റിങ്ങിൽ കയറിയിട്ട് വാമപ്പ് ചെയ്ത് ഇടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വേറൊരു മാർഷ്യൽ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന MMA ഫൈറ്റ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ കളരി കാണുന്നത്. നമ്മൾ ചിട്ടവട്ടങ്ങൾ നോക്കുമ്പോൾ കളരി ഒരു ടെമ്പിൾ പോലെയാണ് എപ്പോഴും ഇരിക്കാറ്, ഒരു ക്ഷേത്രം പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തൊഴുത് കയറൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതായത് ആ നിലം തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മൾ കളരിക്കുള്ളിലേക്ക് കിടക്കുന്നത്. നമ്മളെ തന്നെ ആസ് എ സ്റ്റുഡൻറ് ഓർ എ ഡിസൈപ്പിൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്, 100% ഡെഡിക്കേറ്റ് ചെയ്താലേ ലേണിംഗ് പ്രോസസ്സ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ പൂത്തറ തൊഴൽ, ഗുരുത്തറ, ഗണപതി തറ, ഇങ്ങനെ പല സങ്കല്പങ്ങൾ നമുക്ക് കളരിക്കകത്ത് കാണാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് ഗുരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. കളരി എപ്പോഴും ഗുരു പരമ്പരകളിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു വിദ്യയായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു ഇന്ത്യൻ നോളജ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അവിടെ ഗുരു വണക്കങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയ സല്യൂട്ടേഷൻസിലൂടെയാണ് നമുക്ക് കളരിയുടെ പ്രാക്ടീസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പാർട്ട് ഫ്രം മാർഷ്യൽ ആർട്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് ഇന്ത്യൻ വാല്യൂസ്, ഇപ്പൊ കളരിക്ക് ജാതി മത ഭേദങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാ ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളോട് കൂടിയിട്ടുള്ള സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരും കേരളത്തിൽ കളരി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇപ്പൊ നമുക്കറിയാം 16th സെഞ്ചുറിയിൽ ഡുറൈറ്റ് ബാർബോസ ഒരു പോർച്ചുഗീസ് ട്രാവലറാണ്. അദ്ദേഹം ഇവിടെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ കേരളത്തിൽ ഒരു പ്രൊഫൗണ്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഒരു മാർഷ്യൽ ആർട്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവാന്മാരായിട്ടുള്ള ഒരു സമൂഹം, ആൺകുട്ടികളും പെൺകുട്ടികളും നടന്നു പോകുന്നത് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ഇടുപ്പിൽ അവര് വാളുകൾ ബെൽറ്റായി ധരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 14ാം നൂറ്റാണ്ടിൽ അബ്ദുൾ റസാഖ് സമർഖണ്ഡി പേർഷ്യൻ ട്രാവലറാണ്, അംബാസഡറാണ് അദ്ദേഹം. ഷാരൂഖ് ചക്രവർത്തിയുടെ അംബാസഡറായിട്ട് ഇവിടെ വന്ന അബ്ദുൾ റസാഖ് സമർഖണ്ഡിയും പറഞ്ഞു ഇവിടെ ഒരു പ്രൊഫൗണ്ട് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഒരു ഹെൽത്തി ഫിയർലെസ് മാർഷ്യൽ ആർട്ട് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എല്ലാ വിഭാഗങ്ങളും കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു പലപ്പോഴും ഇന്ത്യൻ ആർട്ടുകളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നോളജസിന്റെ ഒരു പ്രത്യേകതയ്ക്ക് നമുക്ക് എപ്പോഴും എല്ലാത്തിനോടും റെസ്പെക്ട് നമ്മൾ കാണിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം റൂട്ടഡ് ആണോ അത്രത്തോളമാണ് നമ്മൾ ഇന്റർനാഷണൽ എന്നുള്ളത്. നമുക്കറിയാം എപ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്ക്, എസ്പെഷ്യലി തൊട്ടുമ്പത്തെ തലമുറയുടെ വലിയൊരു ആസ്പിറേഷൻ ആയിരുന്നു പഠിക്കുക, അമേരിക്കയിൽ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി നേടുക എന്നൊക്കെ പറയുന്ന ഒരു ആസ്പിറേഷൻ. പക്ഷെ അതിപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് യു ആർ റൂട്ടഡ് ദെൻ യു ആർ ഇന്റർനാഷണൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് ഭാരതത്തിലെ നോളജസിനെ കുറിച്ച്, ഇന്ത്യൻ നോളജസിനെ കുറിച്ച് നമ്മുടെ തലമുറയിൽ എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നിങ്ങളൊരു വിശ്വ പൗരനാകുമ്പോൾ നമ്മളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പൊ ബ്രീത്തിങ് അല്ലെങ്കിൽ ബ്രത്ത്, അതിന് കളരിപ്പയറ്റുള്ള ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബ്രീത്ത് ശരിയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ അവസാനിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സ് ശരിയാവും, നമ്മുടെ ഫിസിക്കിൽ വലിയ മാറ്റം ഉണ്ടാവും, നമ്മുടെ ഇപ്പൊ എന്താ പറയുക, നമ്മുടെ ഈ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് അങ്ങനെയുള്ള ഒരു നമുക്ക് പോസ്റ്ററൽ വൈസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുപോലും ബ്രീത്തിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കളരിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ? ലൈഫിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കുറച്ചുകൂടെ ഈസി. ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം
ലോർഡ് മെക്കാളെ ക്രിയേറ്റ് ചെയ്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റിൽ വി ആർ ഫോളോയിങ്. യെസ്. അതുകൊണ്ട് അദ്ദേഹം എന്തിനാ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ലോകം മുഴുവൻ പിന്നെ ഫാക്ടറികളായിരുന്നു. ഭരിച്ചിരുന്ന ബ്രിട്ടീഷിന് ആ. അവിടെ എല്ലാം അഡ്മിൻ ഹാൻഡിൽ ചെയ്യാനുള്ള പിന്നെ ക്ലർക്സിന് ആവശ്യം ഉണ്ടായിരുന്നു. സോ അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലർക്കുകളെ ഉണ്ടാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിന്റെ തോട്ട് പ്രോസസ്സ് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈ ഒക്കെ കെട്ടിപ്പോയി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പത്തെ നമ്മുടെ തലമുറയുടെ ഒരു ആസ്പിറേഷൻ ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. PSC ടെസ്റ്റ് എഴുതുക, ക്ലർക്ക് ആവുക എന്നുള്ളതാണ് നമ്മുടെ പലരും. ചിലപ്പോൾ നിങ്ങളോടും പറഞ്ഞാണ് എന്തിനിങ്ങനെ നടക്കുന്നു, PSC എഴുതി കൂടെ എന്ന് ചോദിക്കാതെ അങ്ങനെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ലതാണ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ നമ്മളിപ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും കറക്ഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ സോക്കോൾഡ് എലീറ്റ് എഡ്യൂക്കേറ്റഡ് ആൾക്കാരോട് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ്? ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മോസ്റ്റ്ലി അവർ തരുന്ന ആൻസർ റോട്ടി കപ്പടം മക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ചിലര് പീസ് ഓഫ് മൈൻഡ്, ഇങ്ങനെ തുടങ്ങി കുറെ ആൻസേഴ്സ് അവർ പറയാറുണ്ട്. പക്ഷെ ആരും പറയുന്നില്ല ദ ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ് ഈസ് ബ്രത്ത് എന്ന്. കാരണം ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും വസ്ത്രമില്ലാതെയും സർവൈവൽ പോസിബിൾ ആണ് കുറച്ച് ദിവസമെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് ശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ 3 മിനിറ്റ് മരിച്ചു പോകും. ആദ്യത്തെ ഇൻഹലേഷനിലാണ് ജനനം സംഭവിക്കുന്നത്, അവസാനത്തെ എക്സലേഷനിലാണ് മരണം സംഭവിക്കുന്നത്. അപ്പം ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇൻഹലേഷനും എക്സലേഷനും ഇടയിലുള്ള പ്രാണൻ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സിന്റെ ഒരു മാനിപ്പുലേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര പേര് നന്നായിട്ട് ശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിക്കും. മോസ്റ്റ്ലി എല്ലാരും പറയും എല്ലാരും ശ്വസിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. എത്ര പേർക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും ഐ എം ബ്രീത്തിങ് പ്രോപ്പർലി? വിഷ്ണുവിന് പറയാൻ പറ്റും? ഇല്ല, ഞാൻ പ്രോപ്പർലി അല്ല ബ്രീത്തിങ്. അപ്പൊ പ്രോപ്പർ ബ്രീത്തിങ് എന്താണ്? അല്ലാന്ന് പറയുമ്പോൾ പ്രോപ്പർ ബ്രീത്തിങ് അറിയാതിരിക്കണമല്ലോ. അതെ അതെ അതെ. അതായത് ഇപ്പൊ ഞാൻ കുറെ യൂസ് ചെയ്യുന്നത് വാവച്ചാണ് ശ്വസിക്കുന്നത്. അപ്പൊ വാവച്ച് ശ്വസിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഈ ഒരു ഏരിയയില് ഫേസിൽ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് ജോലൈന്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പല രീതിയിലുള്ള അലർജികള് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് നമ്മളിപ്പോ എൻ്റെ ഒരു അറിവ് പ്രകാരം നമ്മൾ മൂക്ക് വെച്ച് ശ്വസിച്ച് വരുമ്പോ നമ്മുടെ അബ്ഡോമനിൽ നിന്നാണ് ശ്വാസം എടുക്കുക. അബ്ഡോമൻ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ വളരെ റയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതായത് ഒരു പ്രോപ്പർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പൂച്ച ബ്രീത്ത് ചെയ്യുന്ന നോക്കൂ, വയറിങ്ങനെ വരുന്നു. ഏത് അനിമൽസിനെ നോക്കിയാലും വരുന്നു. ഏതൊരു കുട്ടിയെ എടുത്ത് നോക്കിയാലും, ചെറിയ കുട്ടിയെ നോക്കിയാലും ആ അബ്ഡോമൻ ബ്രീത്തിങ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഉറങ്ങുമ്പോഴും അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ അവെയർ ആകുമ്പോൾ ഈ പറഞ്ഞ സോ കോൾഡ് പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നമ്മൾ ഓടുന്നത് കാരണം ഇതങ്ങ് മറന്നുപോയി, നമ്മൾ ശീലത്തിൽ മറന്നുപോയതാണ്. ശരിക്കും ഇഫ് യു ആർ ബ്രീത്തിങ് പ്രോപ്പർലി വാട്ട് വിൽ യു ഗെറ്റ് എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഒരു കൃത്യമായ ശ്വാസ പ്രക്രിയയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബ്രത്ത് പെർ മിനിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ എത്ര ഇൻഹലേഷൻ എക്സലേഷൻ ഒരു മിനിറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് സ്പാനിന്റെ ആധാരം, ആയുസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു എലി എടുക്കുകയാണെങ്കിൽ 180 ടൈംസ് ആണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. അതിന്റെ ലൈഫ് സ്പാൻ 2 years ആണ്. ഡോഗിയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ബ്രീത്തിങ് അല്ലേ, മൗത്ത് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെനിക്ക് തോന്നുന്നു 60 ടൈംസ് ഒക്കെയാണ്, ഒരു 40 to 60 ആണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ബ്രത്ത് പെർ മിനിറ്റ്. ഡോഗിയുടെ ലൈഫ് സ്പാൻ അറിയാം, 15, മാക്സിമം 15 ആണ്. ലോകത്തിലെ ഏറ്റവും ആയുസുള്ള ജീവി ആമയാണ്. ആമയുടെ ബ്രത്ത് പെർ മിനിറ്റ് 2 to 3 ആണ്, അല്ലെങ്കിൽ 4. അതിന്റെ ലൈഫ് സ്പാൻ നമുക്കറിയാം 250 years ഒക്കെ വരെ പോകുന്ന ആമകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ് ആയുസിന്റെ ആധാരം, ആരോഗ്യത്തിന്റെ ആധാരം, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, അത് ഹെൽത്ത്, ഫിസിക്കൽ ബോഡിയുടെ കാര്യത്തിൽ ശ്വാസ പ്രക്രിയയാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാണ്ടറിങ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മനസ്സിനെ നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ, കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ബ്രീത്തിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഹഠയോഗ പ്രദീപിക പറയുന്നത്, ചലേ വാദേ ചലം ചിത്തം നിശ്ചലം നിശ്ചലം ഭവേത്, വെൻ യുവർ ബ്രീത്ത് ഈസ് ഡിസ്റ്റർബ്ഡ് മൈൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് വൈസ് വേഴ്സ. നമ്മളൊരു
ചെറിയ കുട്ടിയെ നോക്കുമ്പോൾ ഇമോഷണലി മാറുന്നു, കരയുന്നു. കരഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ സോബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് എങ്ങനടി എങ്ങനടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രത്ത് വന്നിട്ട് ഒരു പാറ്റേണൈസ് ചെയ്തുകൊണ്ട് ഇയാളെ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ ഡിപ്രസ്ഡ് ആവുമ്പോൾ ലോങ് സൈസ് ഇടയ്ക്കിടയ്ക്ക് വരും, ദീർഘനിശ്വാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊരു പാറ്റേൺ ആണ്. നമ്മുടെ ഇമോഷൻ വേറൊരു പാറ്റേണിൽ പോകുമ്പോൾ ബ്രീത്ത് വന്ന് ട്രിഗർ ചെയ്ത് ഓരോ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പം ശ്വാസം പ്രവർത്തിക്കുന്നത് പോലെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചും. അതുകൊണ്ട് തന്നെ യോഗികൾ ഈ പ്രാണായാമിക് പ്രക്രിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാറ്റേൺ ഓഫ് ബ്രീത്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മൈൻഡിൽ അതിൻ്റെതായ ഇമോഷൻസ് റിഫ്ലക്ട് ചെയ്യുന്നു, വേറെ തരത്തിലേക്ക് നമ്മളെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതൊരു ഇന്റേണൽ മെക്കാനിസമാണ്. മോഡേൺ സയൻസ് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോണമസ് നെർവ് സിസ്റ്റമാണ് ഇതിന്റെ പിറകിൽ. നമുക്കറിയാം സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇമോഷണലി ട്രിഗർ ചെയ്യുന്നതും സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കുന്നതും. അപ്പൊ അതെല്ലാം ബ്രീത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ല ഹൗ ടു ബ്രീത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂൾസിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ല. അപ്പൊ കളരികളിൽ എന്താണ് പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ബ്രീത്ത് പാറ്റേൺസ് നമുക്കറിയാം, പലതരത്തിലുള്ള പ്രാണായാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ശ്വാസത്തിനെ എങ്ങനെ ക്രമീകരിക്കണം, എനർജി ആയിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള ഒരുപാടധികം സെൽഫ് എക്സ്പ്ലോറേഷൻ ഉള്ള സാധ്യതകളും കളരിപ്പയറ്റിനകത്തുണ്ട്.